ഗൾഫ് സഹകരണ കൗൺസിൽ 45ാമത് ഉച്ചകോടി കുവൈറ്റിൽ സമാപിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ കുവൈറ്റ് അമീർ അധ്യക്ഷത വഹിച്ചു. സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം വഴി മേഖലയിലെ വികസനം ത്വരിതപ്പെടുത്താൻ കുവൈറ്റ് അമീർ ആഹ്വാനം ചെയ്തു. ഉച്ചകോടിയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളും ചർച്ചയായി. ഉച്ചകോടിയിൽ കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസ്സബാഹ് അധ്യക്ഷത വഹിച്ചു. ഫലസ്തീൻ ജനതയ്ക്കുള്ള ചരിത്രപരമായ പിന്തുണ ആവർത്തിച്ച അമീർ നിരപരാധികളായ സാധാരണക്കാരെ സംരക്ഷിക്കാനും അടിയന്തര സഹായത്തിനായി സുരക്ഷിതമായ വഴികൾ തുറക്കാനും UNSCയോട് അഭ്യർത്ഥിച്ചു. സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ ഏകീകൃത നയങ്ങളും പാരമ്പര്യേതര വരുമാനവും പ്രധാനമാണ്. സാമ്പത്തിക രംഗത്തെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്നും അമീർ പറഞ്ഞു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി, സൗദി അറേബ്യ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ, ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ, ഒമാൻ ഉപപ്രധാനമന്ത്രി ഫഹദ് ബിൻ മഹ്മൂദ് അൽ സയ്യിദ് എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഫലസ്തീൻ ആക്രമണം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം നിർണായക ഇടപെടലുകൾ നടത്തണമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി ആവശ്യപ്പെട്ടു. ഉച്ചകോടിയിൽ സംയുക്ത പ്രവർത്തനം, മേഖലയിലെ സുരക്ഷ, സാമ്പത്തിക ഏകീകരണം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഗൾഫ് മേഖലയെ അന്താരാഷ്ട്ര ബിസിനസ് സാമ്പത്തിക കേന്ദ്രമെന്ന നിലയിൽ സ്ഥാനം വർദ്ധിപ്പിക്കണം. സുസ്ഥിരമായ സാമ്പത്തിക വൈവിധ്യവൽക്കരണ ശ്രമങ്ങൾ തുടരാനും ഡിജിറ്റലൈസേഷൻ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും GCC ഉച്ചകോടിയിൽ ചർച്ചയായി. ഗൾഫ് പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിനായി സ്ത്രീകളെ ശാക്തീകരിക്കാനും യുവാക്കൾ, സർവകലാശാലകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയുടെ പങ്ക് വർദ്ധിപ്പിക്കാനുമുള്ള താൽപര്യവും സമ്മിറ്റ് മുന്നോട്ടുവച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.